ഹലോ മക്കളെ, ഈ വീഡിയോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, ഈ വർഷത്തെ SSLC ഫിസിക്സ് പരീക്ഷയുടെ വെയിറ്റേജ് എന്തായിരിക്കും. കാരണം പുറകിൽ നിൽക്കുന്നതാണ് നമ്മുടെ SLC മോഡൽ പരീക്ഷയുടെ വെയിറ്റേജ് കാണാം. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജ് വരിക. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കണം. പക്ഷേ അതിലുപരി പലരും ചെയ്യാൻ പോകുന്നൊരു മണ്ടത്തരം, ഈ മാത്സിൽ അലൻ സാർ പറഞ്ഞിട്ട് വരെ പലരും ചെയ്തൊരു മണ്ടത്തരം, അതും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം. കാരണം നിങ്ങൾ ആ മണ്ടത്തരം കാണിച്ചാൽ അവസാനം നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വെയിറ്റേജ് നോക്കാം. വെയിറ്റേജ് വളരെ ഫെയർലി സിമ്പിളാണ് മക്കളെ. ഫസ്റ്റ് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സാധാരണ അങ്ങനെ വരാറില്ല. അത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം 2023 പരീക്ഷ നോക്കിയാൽ ഫസ്റ്റ് ചാപ്റ്ററിന് 8 മാർക്കിനാണ് വന്നത്. വളരെ കുറവൊന്നുമല്ല, എന്നാലും 10 മാർക്കിനൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇൻഫാക്ട് വേറൊരു ചാപ്റ്ററിന് പോലും കഴിഞ്ഞ വർഷം 10 മാർക്കിന് വന്നിട്ടില്ല. പക്ഷേ ഈ വർഷം ഇത് എന്തുകൊണ്ട് 10 വന്നു. പക്ഷേ 10 വരണം നിർബന്ധമില്ല പബ്ലിക് എക്സാം. ചിലപ്പോൾ ഒരു 9, 10, 8 ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. എന്തായാലും 6, 5 ആയിരിക്കില്ല, 13, 14 ആയിരിക്കില്ല, അത് ഉറപ്പാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന് അത്രയും ചോദ്യങ്ങളില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല. കാരണം രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ചേ പഠിക്കാനുള്ളൂ. അത് പഠിച്ചാൽ തന്നെ 6 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. അത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ സാധാരണ ചോദിക്കുന്ന പോലെ തന്നെ 8 മാർക്കിനാണ് വെച്ചിരിക്കുന്നത്. റിഫ്ലക്ഷനിൽ കുറച്ചേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് 5 മാർക്കിനുള്ളൂ. റിഫ്രാക്ഷനിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട്, 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് 7, 5 അവസാനത്തെ ചാപ്റ്ററിന് കാര്യമായ ചോദ്യങ്ങൾ സാധാരണയും ചോദിക്കാറില്ല, ഈ വർഷം കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. ഇനി പലരും കാണിക്കുന്ന മണ്ടത്തരം എന്താണ്, ഇത് പഠിച്ചാൽ തന്നെ ഭയങ്കര മാർക്ക് കിട്ടും. ചിലർ പറയും ഓരോ ക്വസ്റ്റ്യനും അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A+ കിട്ടും, അതുകൊണ്ട് ഇത് മാത്രം പഠിക്കുക, എന്നിട്ട് ബാക്കി പഠിക്കണ്ട. അടിപൊളി സ്ട്രാറ്റജി ആണോ മണ്ടത്തരാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മക്കളെ, വർഷങ്ങളായിട്ട് കുട്ടികൾ പഠിക്കുന്ന കണ്ടതും അതിൽ ആർക്കൊക്കെയാണ് A+ കിട്ടുന്നത്, അവരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് A+ കിട്ടില്ല. അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. അലൻ സാറ് മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും എന്നിട്ട് പോലും എന്താണ് ഇത് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കമൻസ് വരെ കണ്ടിട്ടുണ്ട്, സാർ ഞാൻ 4 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ, 5 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്, നിങ്ങൾ വിചാരിക്കുന്ന എന്താ മക്കളെ, ഈ 10 മാർക്കിന് ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നു. ഒരിക്കലും നടക്കില്ല. കാരണം ഈ ചാപ്റ്ററിന് 10 മാർക്കിന് വരാൻ പോകുന്ന എല്ലാ ചോദ്യവും ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഫുള്ള് പഠിച്ചാൽ പോലും? ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ വർഷത്തെ മാത്സ് പരീക്ഷ നോക്ക്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിന് കുറേ മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവോ? ഇല്ല. ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്തോ പെർഫെക്റ്റ് സ്ക്വയർ ആണോ n സ്ക്വയർ ആണോ എന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലർക്കും ചെയ്യാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ആ ചാപ്റ്റർ ഭയങ്കര ഹൈ വെയിറ്റേജ് ആണ്, തീർച്ചയായും ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറേ ചോദ്യങ്ങൾ അതുമാത്രം അതുപോലത്തെ 2-3 ചാപ്റ്റർ പഠിച്ചു പോയ കുട്ടിക്ക് പണി കിട്ടിയിട്ടുണ്ടാവും, അവരുടെ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഇതിലെ 10 കിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ 10 മാർക്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, 10 കിട്ടും, ഇവിടെ 8 കിട്ടും, 9 കിട്ടും, 7 കിട്ടും, അങ്ങനെ ആവുന്നു. പക്ഷെ അത് നടക്കില്ല ഒരിക്കലും. അത് റിയാലിറ്റി അല്ല. ഈ 10 മാർക്കിൽ 2 മാർക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ചോദ്യമായിരിക്കും. മോഡൽ എക്സാമിൽ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ ചോദിച്ചിരിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്നാണ്. റെസിസ്റ്റേഴ്സ് S1, S2, S3 സ്വിച്ചസ് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ചോദ്യം ഇവിടെ നിന്നാണ് വന്നത്. പലർക്കും അത് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കുടുങ്ങും. ഇത് ഈ ചാപ്റ്ററിനെ മാത്രമല്ല, എല്ലാ ചാപ്റ്ററും നിങ്ങൾ അങ്ങനെ സെലക്റ്റീവായിട്ട് ചാപ്റ്റർ പഠിക്കാൻ പോയി പണി കിട്ടും. അപ്പോൾ സാർ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, പിന്നെ എല്ലാം കൂടെ പഠിക്കലേ പറ്റുള്ളൂ? വേണ്ടോ, നിങ്ങൾ അങ്ങനെയും ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച് ഏതാണ്ട് സെറ്റായ കുട്ടിയാണ്, നിങ്ങളെല്ലാം റിവൈസ് ചെയ്യുക, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തോ. പക്ഷേ നിങ്ങൾ ഒന്നും പഠിച്ചാൽ എനിക്കൊന്നും അറിയില്ല കാര്യമായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട് ചാപ്റ്റർ പഠിക്കുന്നതിന് പകരം എല്ലാ ചാപ്റ്ററിലും, ഇപ്പോൾ ഈ ചാപ്റ്ററിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരു 6 മാർക്ക് 7 മാർക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാം തന്നെ ഈസിയാണ് വരിക. മനസ്സിലായി? വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് വെയിറ്റേജ് കുറവ്. ഇതിലെ ഒരു 5-6 മാർക്ക് ഈസി ആയിരിക്കും വരിക. ഇവിടെ ഏതാണ്ട് 5 മാർക്കും മോശമില്ലാത്ത ഈസി ലെവലാണ് വരിക. പോട്ടെ, 3 മാർക്ക്. അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു 80% ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ആ ഈസി ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിച്ചാൽ, നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ശരിക്കും A+ നേടിയെടുക്കാൻ പറ്റും. ഈ സാറ് ഏതാണ് ഈ ഈസി ക്വസ്റ്റ്യൻസ്, അതിന് നിങ്ങൾ പണിയെടുക്കണം. എന്താ പണി? വൈകുന്നേരത്തെ ലൈവിൽ വരിക, 4 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യും, 10 മണിക്കൂർ ലൈവ് ഉണ്ടാവും. ആ 10 മണിക്കൂർ ലൈവിൽ നിങ്ങൾ എല്ലാ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ട ടൈപ്പ് ചോദ്യങ്ങൾ, അത് പഠിച്ചെടുക്കുക, ഊറ്റിയെടുക്കുക.
എന്നിട്ട് അടുത്ത ദിവസം ഞാൻ റിവൈസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം നമ്മൾ വീണ്ടും കൂടും 50 ഷുവർ ക്വസ്റ്റ്യൻസ്. അതിലും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തല കയറ്റുക. മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ റിവൈസ് ചെയ്യും, അതും തല കയറ്റുക. എന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി നോക്കുമോ, നിങ്ങൾക്ക് A+ കിട്ടും. അല്ലാണ്ട് ചില ചാപ്റ്റർ ഒന്നും പഠിക്കാതെ നിങ്ങൾ ചില ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് കാൽക്കുലേഷൻ കറക്റ്റായി പോയി പരീക്ഷ എഴുതി A+ കിട്ടില്ല. ഉറപ്പാണ്, കിട്ടില്ല. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇങ്ങനെ സംഭവിക്കും മക്കളെ. ഈ ചാപ്റ്റർ എന്നൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, അതേ വരുള്ളൂ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നും പ്രത്യേക ടൈപ്പ് ഫോക്കൽ ലെങ്ത് വെച്ചുള്ള ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്. അതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ തീർന്നു. ഒരു 2-3 മാർക്ക് അവിടെ കിട്ടി. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ലെൻസ് വെച്ചിട്ട് എന്താ റേ ഡയഗ്രാം എന്തായാലും വരും. സിമ്പിളാണ്. അത് പഠിച്ചു വെച്ചാൽ ഒരു 3-4 മാർക്ക് അവിടെ കിട്ടി. നിങ്ങൾ അത് പഠിക്കാതെ ആ ചാപ്റ്റർ ഒന്നും പഠിക്കുന്നില്ലോ, ഞാൻ ഇത് പഠിക്കും അത് പഠിക്കുന്നു പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവസാനം മണ്ടനാവുന്നത് നിങ്ങൾ തന്നെയാണ്. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററിനും ഉണ്ടാവും. അത് ആദ്യം പഠിച്ചെടുക്കുക. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആരുടെ കേസിലാണ്, ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിക്കാത്തവരുടെ കേസിലാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്താൽ A+ ഉറപ്പാണ്. അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങും. നിങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് പോവില്ല. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ മക്കളെ, ഇനി ഒന്നും ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ ചിലർ സാർ ഇതെന്തൊക്കെയാണ് അത് പറയുന്നത്, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ലൈവിൽ വരിക, അതിൽ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതന്നെയായിരിക്കും പരീക്ഷയിൽ വരിക. മാത്സിലും അത് തന്നെയാണ് സംഭവിച്ചത്, ഫിസിക്സിലും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഉറപ്പാണ്. വൈകുന്നേരം ലൈവിലേക്ക് കയറി വാ, ബാക്കി അവിടെ നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഫിസിക്സിൽ നമ്മൾ A+ വാങ്ങിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ഞാനാണ് കൂടെ ഉള്ളത്. ബൈ ബൈ. നമുക്ക് ലൈവിൽ കാണാം.